ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ ബിരിയാണിയാണ്. എല്ലാവർക്കും ഇഷ്ടമുണ്ട് ചിക്കൻ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട്. ഇന്നത്തെ ചിക്കൻ ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കണം നമുക്ക് നോക്കിയാലോ. നമ്മളിന്ന് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1.5 കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് കഴുകി വൃത്തിയാക്കി നമ്മളൊരു പാത്രത്തിൽ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾ പൊടിയും വറുത്തത് ജസ്റ്റ് വറക്കാൻ ആവശ്യത്തിന് വേണ്ടിയിട്ട് തിരുമ്മി വെച്ചേക്കുവാണ്. അത് ഒന്ന് വറുത്തിട്ട് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ ഒരു 3-4 സബോള ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3-4 സബോള എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഗ്രേവി ഉണ്ടാക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് നമ്മുടെ വറുത്തിടാൻ വേണ്ടിയിട്ട് 2 സബോള ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് നന്നായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ വറക്കാൻ വേണ്ടിയിട്ട് ഒരു ഉരുളിക്കകത്ത് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഈ എണ്ണ ചൂടായി വരുമ്പോഴത്തേന് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ വറുത്തിട്ടാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നത്. ഇതിനാവശ്യമായ എണ്ണ ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വരുമ്പോഴത്തേന് നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഈ ചിക്കൻ നമ്മളിപ്പോൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ ചിക്കൻ റെഡിയായി വരുമ്പോഴത്തേന് അത് അല്പസമയം കഴിയും. അത് റെഡിയായി വരുമ്പോൾ നമുക്ക് ആവശ്യമുള്ള അരി, ഇതിന് വേണ്ടിയിട്ട് ആവശ്യമുള്ള അരി നമുക്ക് എടുക്കണമല്ലോ. അതുപോലെ തന്നെ ഇതിന് നമ്മൾ ആവശ്യമുള്ള അരി 5 ഗ്ലാസ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് അരമണിക്കൂർ കുതിരാൻ വെച്ചിട്ടുണ്ട്. അത് കൊന്നു വരുമ്പോഴത്തേനെ നമുക്ക് അതിനാവശ്യമുള്ള വറുത്തിടാൻ വേണ്ടിയുള്ള സബോളയൊക്കെ തയ്യാറാക്കാം. ഞാനൊരു പാൻ അടുപ്പേ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഡാൽഡ ഒഴിച്ച് കൊടുക്കാം. ഡാൽഡ ചൂടാകുമ്പോഴത്തേനും നമുക്കതിലേക്ക് ചൂടായി വരുമ്പോഴത്തേനും നമുക്കതിലേക്ക് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരി കിസ്മിസും ഇട്ട് കൊടുക്കാം. ഇത് ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ടു. അതൊന്ന് ചുമന്ന് വരുമ്പോഴത്തേന് ആ കൂടെ കിസ്മിസും കൂടെ തന്നെ ഇട്ട് കൊടുക്കാമെന്നാണ്. ഒന്നിച്ച് വറുത്ത് കോരിയെടുക്കാം. അതൊന്ന് റെഡിയായി വരട്ടെ. ഏകദേശം ഇവിടെ ചുമപ്പായിട്ട് നമുക്ക് അതിൻ്റെ കൂടെ കിസ്മിസ് ഇട്ട് കൊടുക്കാം. അത് ജസ്റ്റ് ഒന്നാകുമ്പോഴത്തേന് വേഗം നായി കിട്ടും. അതിവിടെ മൂത്തിട്ടുണ്ട്. വേഗം അത് വാരിയെടുക്കാം. നമുക്കിതിലേക്ക് അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് സബോള നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ ഡാൽഡയിലേക്ക് നമുക്ക് സബോള ഇട്ട് കൊടുക്കാം. അത് നമുക്ക് വറുത്ത് കോരിയെടുക്കാം. 2 സബോളയാണ് ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള സബോള ഇട്ടിരിക്കുന്നത്. നമുക്ക് എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 സബോളയാണ് എടുത്തിരിക്കുന്നത്. അതൊന്ന് വറുത്ത് കോരിയെടുക്കുന്നിടം വരെ ഒരല്പസമയം നമുക്കിത് ഇളക്കി കൊടുക്കേണ്ടി വരും. അതാകുന്നിടം വരെ ഒന്ന് നോക്കിയിരിക്കാം. അതിനിടയ്ക്ക് നമ്മൾ ചിക്കൻ നോക്കാൻ മറന്നു പോകരുത്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് ഒരു വശം റെഡിയായിട്ട് നമുക്ക് ഏകദേശം ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ 2 സൈഡൊന്ന് മൂത്ത് കിട്ടണം. ചെറുതായിട്ട് വേഗം തന്നെ ഒരു സൈഡ് ആയിക്കഴിഞ്ഞാൽ മറ്റേ വശം വേഗം തന്നെ ആയിക്കോളും. അപ്പോൾ നമുക്കതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അരിക്ക് ഇടാൻ വേണ്ടിയിട്ട് ആവശ്യമായ ഒരു ചെരുവ ഞാൻ അടുപ്പേ വെച്ചിട്ടുണ്ട്. ഇത് ചൂടായി വരുന്നുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യമുള്ള ഡാൽഡ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ഡാൽഡ ചൂടായി വരുമ്പോഴത്തേനെ അതിലേക്ക് കുറച്ച് പെരിഞ്ജീരകം, ഒരു കഷ്ണം കറുവാപ്പട്ട, 2 ഏലക്ക, ഒരു ചെറിയ ജാതിക്കയുടെ കഷ്ണം, ഗ്രാമ്പൂ 2 എല്ലാം കൂടെ നമുക്ക് ഇതിലേക്ക് ഒന്നിട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്നായി വരുമ്പോഴത്തേനെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ തന്നെ ഇതായിക്കോളും. അത് കഴിയുമ്പോൾ ഇതിനൊക്കെ ആവശ്യമായ വെള്ളം, നമ്മൾ അരി എന്തുമാത്രമാണോ എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളം. ഞാനിവിടെ 4 ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യമായ 8 ഗ്ലാസ് വെള്ളം നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ വെള്ളത്തിന് പാകമുള്ള ഉപ്പും അതിൻ്റെ കൂടെ ചേർത്തിരിക്കണം. അത് 8 ഗ്ലാസ് വെള്ളം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. 4 ഗ്ലാസ് അരി ഉള്ളതുകൊണ്ട് 8 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ചൂടായി വരണം. നന്നായിട്ട് തിളയ്ക്കുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ സമയം നമുക്ക് ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടി ഒരു ചീനച്ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ചിക്കൻ വറുത്ത അതേ എണ്ണ തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതിലേക്കൊരു 3 സബോള ഞാൻ ഗ്രേവിക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഗ്രേവി അതിന് ലേശം ഉപ്പിട്ട് കൊടുക്കണം, വേഗം വരും. ഇതിലേക്ക് നമുക്ക് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേന് നമുക്ക് ചതച്ച് വെച്ചേക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. പേസ്റ്റ് ആക്കിയാലും അതായിരിക്കും നല്ലത്. ഞാനിവിടെ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് വരണ്ട് വരുന്നിടം വരെ, ഏകദേശം വരണ്ട് വരുന്ന സമയത്തിനകത്തേക്ക് ബിരിയാണി മസാല ഞാൻ കുറച്ച് ഇട്ട് കൊടുക്കാവേ. ഒരു 3-4 സ്പൂണ് ബിരിയാണി മസാല ഇട്ട് കൊടുക്കണം. അത് ഇതിനോട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അത്യാവശ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് വരാൻ, പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ചൂടായി വന്നിട്ടുണ്ട്. ഏകദേശം ഒരു വരണ്ട് നല്ലൊരു പാകമായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി വറുത്ത് വെച്ചിരുന്ന ചിക്കൻ നമുക്കിതിലേക്കാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഈ ഗ്രേവി ആ ചിക്കനിലൊക്കെ ഒന്ന് പിടിക്കണം. അപ്പം ഇത് ഏകദേശം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ ചിക്കൻ നമുക്കിനി ആ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കാം.
ഗ്രേവിയിൽ ഈ ചിക്കൻ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്താൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കാം. ഇതൊന്നും ഈ ചിക്കൻ ഇതിലൊന്ന് ഗ്രേവി ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. കുതിരായിട്ട് അരി നമ്മളിവിടെ വെള്ളം വാർന്നു പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അതിവിടെ റെഡി ആയിട്ടുണ്ട്. വെള്ളത്തിലേക്ക് നമുക്ക് ഈ അരി ഒന്ന് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വെള്ളം തിളച്ചിട്ടുണ്ട്. നന്നായിട്ട് വെള്ളം തിളച്ചിട്ടേ നമ്മൾ അരി ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഈ അരി നമുക്ക് തിളച്ച വെള്ളത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ആ സമയത്ത് നന്നായിട്ടൊന്ന് തീ അടുത്ത തിള വരുന്നിടം വരെ ഒന്ന് തീ അല്പം നന്നായിട്ട് വെക്കുന്നത് നല്ലതാണ്. അത് വെള്ളം അതിനകത്ത് അരി കിടന്ന് കുതിർന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്. ആവശ്യത്തിനുള്ള നന്നായിട്ട് ഈ തിളയ്ക്കുന്നിടം വരെ നമ്മളൊന്ന് നന്നായിട്ട് തീ കത്തിക്കണം. അത് കഴിഞ്ഞ് പിന്നെ തീ കുറച്ച് കൊടുത്താലും കുഴപ്പമില്ല. അല്ലെങ്കിൽ പിന്നെ വേഗം അതിൻ്റെ അടി പിടിക്കും. അതുകൊണ്ട് തിളയ്ക്കുന്നിടം വരെ നന്നായിട്ട് തീ ഒന്ന് ഇളക്കി കൊടുക്കാം. മൊത്തം അരി ആ വെള്ളത്തിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം. ചോറിലെ വെള്ളം വറ്റിയിട്ടുണ്ടെന്ന് നോക്കാം. ഏകദേശം വറ്റി കുറച്ചുകൂടി ഒന്ന് റെഡിയാകാനുണ്ട്. ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇളക്കിയിട്ട് കൊടുത്തിട്ട് ഒരല്പസമയം കൂടി നമുക്കിതൊന്ന് അടുപ്പിൽ വെക്കണം. അത് ലേശം വെള്ളമോടെ വറ്റി വരാനുണ്ട്. അതിനിടയ്ക്ക് നമുക്കൊന്ന് ഇങ്ങനെ ഒന്ന് മൊത്തം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്നുകൂടെ മൂടി വെച്ച് ഒരല്പസമയം കൂടി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ചോറ് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ നടുഭാഗത്തേക്ക് തയ്യാറാക്കി വെച്ചിരുന്ന ഗ്രേവി ചിക്കനും കൂടെ നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടുകൊടുക്കാം. അപ്പോൾ തന്നെ തീ ഒട്ടും ഉണ്ടാകും പടലെ മാറ്റിയിടണം. കാരണം ഇതിൻ്റെ അടി പിടിക്കും. ഇല്ലെങ്കിൽ നമുക്കിതിൻ്റെ നടുഭാഗത്തേക്ക് ഈ ചിക്കനും ഗ്രേവിയും കൂടെ ചേർന്ന് നമുക്കത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചോറ് കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് വേണം അത് മൂടി വെക്കാനായിട്ട്. ഈ വീഡിയോ കാണുന്ന പോലെ ചിക്കൻ്റെ മുകളിലേക്ക് കുറച്ച് ചോറും കൂടെ ഇതിൻ്റെ മുകളിലൊന്ന് ഇട്ടിട്ട് നമുക്ക് കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യാം. തട്ടിപ്പൊത്തി വെച്ചിട്ട് കുറച്ച് സമയം നമുക്ക് വെയിറ്റ് ചെയ്യാം. ബാക്കി വെള്ളമുള്ളതൊക്കെ ഒന്ന് ഉണങ്ങി വരാൻ വേണ്ടിയിട്ടാണ് അതങ്ങനെ വെക്കുന്നത്. ഒരു 10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് അടപ്പ് വെച്ച് നമുക്കത് മൂടി വെക്കാം. ഈ മൂടി വെച്ചത് അടപ്പിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് കനൽ കോരിയിട്ട് കൊടുക്കാം. ഈ കനൽ കോരി ഇടുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഇനി വെള്ളം എന്തെങ്കിലും വറ്റാനുണ്ടെങ്കിൽ അടി തീ ഉണ്ടെങ്കിൽ അത് വേഗം അടി പിടിക്കും. അപ്പം ഇതിൻ്റെ അടപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ കോരി ഇടുവാണെങ്കിൽ ബാക്കിയുള്ള വെള്ളം ഈ ചൂട് അടിയിലേക്ക് താന്നിട്ട് ചോറ് നന്നായിട്ട് ഉണങ്ങി നന്നായി കിട്ടും നമുക്കത്. അതിന് വേണ്ടിയിട്ടാണ് മുകളിൽ തീ കോരി ഇടുന്നത്. അപ്പോൾ അടി പിടിക്കുകയുമില്ല, ചോറ് നന്നായി ഉണങ്ങി കിട്ടുകയും ചെയ്യും. ഏകദേശം ഇവിടെ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കുഴപ്പമൊന്നുമില്ല. വെള്ളമൊക്കെ വറ്റി നന്നായി വെറുതെ കിടപ്പുന്നുണ്ട് ചോറ്. നല്ല അടിപൊളി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ചിക്കൻ പൊടിയാതെ ആ ചോറ് മാത്രം ഒന്ന് ഇളക്കി കൊടുക്കണം. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് എടുക്കാം. കുറച്ചെടുത്തിട്ട് നോക്കാം ഇതെങ്ങനെയുണ്ടെന്ന്. കുഴപ്പമില്ല, അടിപൊളി ബിരിയാണിയാണ്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.